2400 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വിശാലമായ വില്ല, 5 സെൻറ്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വില്ല 4 BHK ബെഡ്റൂമോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത്. നമുക്ക് കാക്കനാട്, ഇടപ്പള്ളി, കളമശ്ശേരി എന്നീ ഭാഗങ്ങളിലേക്കെല്ലാം വേഗത്തിൽ, അതായത് അരമണിക്കൂർ താഴെ മാത്രം ടൈമിൽ എത്താൻ കഴിയുന്ന ഒരു ലൊക്കേഷനായ പുക്കാട്ടുപടി കുഞ്ചാട്ടൂർ എന്ന ലൊക്കേഷനിലാണ് ഈ ഒരു വലിയ വില്ല വന്നിട്ടുള്ളത്. വില്ല കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 2400 സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വില്ല തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ അകത്തെ പോർഷനിലേക്കാണ്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ നമ്മുടെ പതിവ് പോലെ നമ്മുടെ ഫ്ലോറിംഗ് എല്ലാം ആർട്ടിഫിഷ്യൽ ഗ്ലാസ് കൊണ്ട് നൽകിയിരിക്കുന്നു. GI ട്യൂബിലുള്ള ഗേറ്റും കാര്യങ്ങളെല്ലാം എല്ലാമാണ് ഈ ഒരു കോമ്പൗണ്ടിലും നൽകിയിട്ടുള്ളത്. കൂടാതെ നല്ല കിണർ വെള്ളവും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ ഒത്തിരി വില്ലയുടെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ഏരിയയാണ്. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന ഒരു ഏരിയയാണ്. സോ നിങ്ങൾക്കിത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന വില്ലയാണ്. സോ നമുക്ക് വില്ലയുടെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഫ്രണ്ട് പോർഷനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നേരെ കാണുന്നത് ലിവിങ് ഏരിയ പോർഷനാണ്. ലിവിങ് ഏരിയ പോർഷനിലേക്ക് പോകാം. നമ്മൾ കടന്നു വരുന്നത് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ്. ഫർണിച്ചേഴ്സ് എല്ലാം നല്ലൊരു ഫിനിഷ് വർക്കോടെയാണ് ഫർണിച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഒരു ഡബിൾ ഹൈറ്റഡ് ലിവിങ് ഏരിയ സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ലിവിങ് ഏരിയ സ്പേസോടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇതിന് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു ആർച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. ഇവിടെയാണ് വീടിന് ഡൈനിങ് ഏരിയ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഒരു എലഗൻ ടച്ചിലുള്ള ഒരു വീട് തന്നെയാണ്. കാരണം നല്ലപോലെ ഇൻറ്റീരിയർ വർക്കുകൾ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തൊട്ട് ഈ ചേർന്ന് തന്നെയായിട്ട് ഒരു വാഷ് ഏരിയ യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ഇതിന് അടുത്ത് തന്നെയായിട്ട് വരുന്ന ഈ ഒരു മോഡുലാർ ഡിസൈനിലുള്ള കിച്ചൺ ഏരിയ സ്പേസാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയ കിച്ചൺ ഏരിയ സ്പേസാണ്. ഇവിടെ നല്ല സ്റ്റോറേജ് ഏരിയ സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നമുക്കിവിടെ മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്റ്റോറേജ് ഏരിയ സ്പേസുകൾ ഫുള്ള് കിട്ടുന്നുണ്ട്. കൂടാതെ അടിയിലും മുകളിലുമായിട്ടെല്ലാം സ്റ്റോറേജ് ഏരിയ സ്പേസ് നൽകിയിരിക്കുന്നു. കൂടാതെ വാട്ടർ ഫെസിലിറ്റിയും മറ്റുള്ള ഏരിയ എല്ലാം കൊടുത്തിരിക്കുന്നു. തൊട്ട് ബാക്കിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബാക്ക് പോർഷനിലേക്ക് പോകാനുള്ളൊരു ഡോറുണ്ട്. ഇവിടെ നമുക്ക് അൺകവേർഡ് ആയിട്ടുള്ള സ്പേസാണ്. നമുക്കൊരു വർക്ക് ഏരിയ യൂണിറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്ന ഏരിയ സ്പേസും അവിടെ നൽകിയിരിക്കുന്നു. സോ ഈ ഒരു 4 BHK വില്ലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. 2 ബെഡ്റൂമുകൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്കാണ് ബെഡ്റൂം ഏരിയ സ്പേസിൻ്റെ വേ വരുന്നത്. നമുക്കത് കണ്ടു നോക്കാം. സോ ഞാനിപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം ഏരിയ സ്പേസിലാണ് നിൽക്കുന്നത്. നല്ല സ്ക്വയർ ഷേപ്പിലുള്ള നല്ലൊരു ബെഡ്റൂം ഏരിയ സ്പേസാണ്. കൂടാതെ ഇവിടെ വാഡ്രോബും എല്ലാം കൊടുത്തിട്ടുണ്ട്. വാഡ്രോബ് എല്ലാം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു വാഡ്രോബ് ഉണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്. നല്ല ഒരു എലഗൻ ടച്ചിലുള്ള ഒരു ടൈലും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള നല്ലൊരു വാഷ് ഏരിയ യൂണിറ്റ് നമുക്ക് അവിടെ കിട്ടും. സോ നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒരു ബെഡ്റൂമിൻ്റെ അതേ ഫീച്ചേഴ്സാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ബെഡ്റൂം ഏരിയ സ്പേസാണത്. നല്ല വലിയ വാഡ്രോബ് ഏരിയ സ്പേസും കൂടാതെ ഇവിടെ ഒരു മിററും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. കൂടാതെ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതും നല്ല സ്പേസോട് കൂടിയുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ സ്പേസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിന് തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ നല്ലപോലെ ഒരു സ്റ്റോറേജ് ഏരിയ എന്നുള്ള ഒരു യൂണിറ്റ് ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഫ്ലോർ കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ സ്റ്റെയർ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വുഡ് അതുപോലെ തന്നെ സ്ക്വയർ ട്യൂബിൻ്റെ കോമ്പിനേഷനിലാണ് സ്റ്റെയർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഫ്ലോർ കാര്യങ്ങളെല്ലാം ഒരു വുഡ് ഫിനിഷിലാണ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും അതുപോലെ ബാൽക്കണി അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഏരിയ എന്നീ സ്പേസുകളുണ്ട്. നമുക്കൊന്ന് കണ്ടുപോകാം. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പർ ലിവിങ് ഏരിയ സ്പേസിലാണ്. ലിവിങ് ഏരിയ വളരെ ലെങ്തിയുള്ള ലിവിങ് ഏരിയ ആണ്. നല്ലൊരു എലഗൻ സ്റ്റൈലിൽ തന്നെയാണ് എല്ലാം നൽകിയിട്ടുള്ളത്. നമുക്ക് സീലിംഗ് വർക്കും അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു TV യൂണിറ്റ് ഏരിയ, അതും നല്ല സ്പേസ്, അവിടെ ഉള്ള എല്ലാ സ്റ്റോറേജ് ഏരിയ സ്പേസോട് കൂടിയുള്ള TV യൂണിറ്റ് ഏരിയ എന്നിവ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ടൈല് തന്നെ നല്ലൊരു വുഡ് ഫിനിഷിൽ കൊടുത്തേക്കുന്നുണ്ട്. നല്ലൊരു റിച്ച് ലുക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ താഴെ കണ്ട ആ ഒരു ലിവിങ് ഏരിയയുടെ ആ ഒരു ഡബിൾ ഹൈറ്റ് പോർഷൻ ഇവിടെ വരുന്നുണ്ട്. കൂടാതെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ടുള്ളൊരു ഡിസൈൻ സ്ട്രക്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് 2 ബെഡ്റൂമുകൾ, ഈ 2 സൈഡിലാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു സൈഡിലും അത് അടുത്ത് ഇവിടെയാണ് വരുന്നത്. രണ്ടും ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള ബെഡ്റൂം ഏരിയ സ്പേസാണ്. സോ നമുക്കതൊന്ന് കണ്ടു നോക്കാം. സോ നമ്മൾ നെക്സ്റ്റ് ഈ ഒരു അപ്പർ ലിവിങ് ഏരിയയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നമ്മൾ താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ സെയിം ഫീച്ചേഴ്സ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. വാഡ്രോബും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും സീലിംഗ് വർക്കുകളും എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു.
സോ അവസാനമായിട്ട് ഞാൻ കടന്നു വന്നിട്ടുള്ളത് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ സ്പേസിലാണ്. ഒരു സീലിംഗ് വർക്കോട് കൂടി നല്ലൊരു മനോഹരമായ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ എറണാകുളത്തിൻ്റെ പ്രൈം ലൊക്കേഷനായ കാക്കനാടിനടുത്ത് കടുപടി കുഞ്ചാട്ടൂർ എന്ന ലൊക്കേഷനിൽ വരുന്ന ഈ ഒരു വില്ല 2400 സ്ക്വയർ ഫീറ്റിൽ 4.5 സെൻറ്റ് പ്ലോട്ടിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 4 BHK പ്ലസ് യൂട്ടിലിറ്റി ഏരിയയോട് കൂടി വരുന്ന ഈ ഒരു വില്ല നല്ലൊരു പ്രൈം ലക്ഷറിയസ് ഡിസൈനിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നല്ല മോഡുലർ ഡിസൈനിലുള്ള കിച്ചൺസും മറ്റു വർക്ക്സും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു ഡിസൈൻ സ്ട്രക്ചറോട് കൂടി തന്നെയാണ് ഈ ഒരു വില്ല കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ വീടിനായി ഇവർ ചോദിക്കുന്ന വില 1 കോടി രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. സോ ഈ വീടൊന്ന് നേരിട്ട് കാണുവാനും ഇതുപോലുള്ള ഒത്തിരി വീടുകൾ നിങ്ങൾക്ക് കണ്ട് പർച്ചേസ് ചെയ്യുവാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഹോം ലോൺ സൗകര്യങ്ങൾ നമ്മളെല്ലാ വീടുകൾക്കും ഒരുക്കുന്നുണ്ട്. സോ അതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. സോ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.